of that skit is ഒരു വൈഫൈ കുടുംബം. ഒരു വൈഫൈ കുടുംബം, അതായത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ഫാമിലി ഇൻ എ ചേഞ്ചിങ് മീഡിയ സ്പേസ്? മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സംസ്കാരത്തിൽ കുടുംബത്തിന്റെ പ്രസക്തി എന്താണ്? ഇന്നത്തെ രീതിയിൽ ധാരാളം സോഷ്യൽ നെറ്റ്വർക്കുകൾ സജീവമായിരിക്കുന്ന, അതായത് ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഗൂഗിൾ പ്ലസും ഇങ്ങനെ പോകുന്നു ധാരാളം പരിപാടികൾ. അതോടൊപ്പം തന്നെ ടി വി സീരിയലുകൾ, വിവിധ തരത്തിലുള്ള ചാനലുകളുടെ പ്രോഗ്രാംസ്, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എവിടെയാണ് കുടുംബ ബന്ധങ്ങൾ? ബന്ധങ്ങൾക്കുള്ള പ്രസക്തി എന്നാണ് സെയിന്റ് മാർക്സ് CSI ചർച്ച് 10 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത് the characters are played by Tony Philip, Ushas Koshi, Benjamin Lucas and Noel Kurian. Mic one check. അതിരാവിലെ ഈ കുന്നത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഈ വീട്ടിൽ കാപ്പി ചായ ഒന്നുമില്ലേ? എടി സൂസി, ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്ന് നേരത്തെ ഗ്യാസ് സ്റ്റേഷനിൽ പോകണം. ദിവസം 12 മണിക്കൂർ ജോലി ചെയ്തിട്ടാ ഞാൻ ഈ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ നിനക്കിതില്ല അറിയണം. ചെവിയെ ഇന്നലെ ഞാൻ ഇട്ട എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ 150 ലൈക്ക്. ഇഷ്ടംപോലെ. എത്ര പേരായി ലൈക്ക് ഇടുന്നത്? അമേരിക്ക, ദുബായ്, കണ്ടോ, ബാംഗ്ലൂർ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യരൊക്കെ എനിക്ക് ലൈക്ക് ഇട്ടിരിക്കുമോ? ഈ ചായ ഇത് വല്ലതും അറിയാമോ? ഞാൻ ഇത്ര സുന്ദരിയാണോ ഈ ചായ? ഒടുക്കത്തെ ഫേസ്ബുക്ക് എപ്പോ നോക്കിയാലും ഇതിന്റെ മുമ്പിൽ തന്നെ. ഇവിടെ എങ്ങനെയായിട്ട് അല്ല സൂസി, എന്താണ് ഈ ലേക്ക്? എനിക്ക് മനസ്സിലായി. ലേക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ചുമ്മാ സത്യമാണോ? എനിക്കറിയില്ല. നീ പറഞ്ഞില്ലേ ലേക്ക്? ലേക്ക് ഒന്നും ഞാൻ അറിയത്തില്ലേ? ചുമ്മാ ഒന്ന് പറ, ഞാനിവിടെ ഒന്ന് അറിയട്ടെ. ഈ ലേക്ക് എന്ന് പറഞ്ഞാ ഇത് ഏഷ്യാനെറ്റ് സീരിയൽ എന്ന് പറഞ്ഞാൽ വേഗം പറഞ്ഞ് തൊലക്ക്. എനിക്ക് പണിയുണ്ട്. എന്താണ് ഈ ലേക്ക്? ഇഷ്ടമോ? എന്റെ കർത്താവേ, 150 പേര് ഇവിടെ പിന്നാലെ. ഇച്ചായന്റെ ഫോട്ടോ ഒന്ന് ഇട്ട് നോക്കണം. ബോംബെയിലുള്ള ബ്രദറും കോട്ടയത്തുള്ള അമ്മായി അല്ലാതെ വല്ലവരും ഇടുവോ? അതിന് ഇച്ചിരി ഗ്ലാമർ വേണം. കൈവിട്ടു പോയി. അല്ല, എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കുക. ഇച്ചായനുണ്ടല്ലോ വെറും ഒരു കണ്ടറിയോ. ഈ നമ്മുടെ ഈ ലാപ്ടോപ്പും ഈ മൗസും ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുമെന്നറിയോ? ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒന്നും അറിയത്തില്ല, വേറെ കണ്ടറി. അല്ലേലും നിന്നെ കെട്ടിയപ്പം തൊട്ട് എന്റെ ദോഷം എല്ലാം മാറിക്കിട്ടി. അപ്പൊ ദോഷം ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി? ദോഷം ഉണ്ടായിരുന്നു. എന്തോന്ന് ദോഷം? സന്തോഷം പോയി. വലിയ തമാശക്കാരൻ വന്നിരിക്കും. അല്ല, നീ കുറച്ചു മുമ്പ് ഇപ്പം പറഞ്ഞില്ലേ മൗസ്? ഈ മൗസ് എന്ന് പറയുന്നത് നമ്മുടെ എലി. എലി എലി പുലി ഒന്നുമല്ല, ഇതാ മൗസ്. വലിയൊരു തമാശക്കാരൻ. ഇപ്പൊ എന്നാ കാപ്പി വേണം അതല്ലേ? ഇപ്പൊ കൊണ്ടുതരാം. എന്റെ ദൈവമേ, വിവരമില്ലായ്മയെന്ന് പറഞ്ഞ ഒരു തെറ്റല്ലേ? സൂസിയെ, ഈ പെണ്ണെന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കുറെ നേരം ആയല്ലോ.
മോളെ മെലിസ, നിന്റെ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞു. എന്നെ ഒന്ന് കാണിക്കേ. Just check my personal website. Check my personal website. ഇവളുടെ ഹോംവർക്ക് ആണെങ്കിൽ ഇവളുടെ വെബ്സൈറ്റ് ഞാൻ പോകണം. കാലം പോയ പോക്കെ. അല്ല മോളെ, നീ കുറെ നേരമായിട്ട് ഇങ്ങനെ കുത്തുന്നു. എന്താ നീ ഇവിടെ ചെയ്യുന്നത്? Dad, this is WhatsApp. ആപ്പോ? എന്റെ ദൈവമേ, എന്റെ പൊന്നുമോള് രാവിലെ ആരൊക്കെ യാത്ര നോക്കാൻ പോകുന്നു? സൂസിയെ, നീ വന്നേ. ഓ എന്താ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ ആർക്കാണ്ട് പണി കൊടുക്കാൻ പോകുന്നു. അയ്യോ എന്റെ ദൈവമേ, കുഞ്ഞ് പറഞ്ഞത് ആപ്പ്. വാട്സാപ്പ്. ഏത് വാട്സാപ്പ്? അറിയാൻ വേണ്ടി ഈ ആപ്പില്ലേ, ഫോണിലുള്ള ആപ്പ്. ആപ്പല്ല, കേട്ടിട്ടില്ലേ? ഇല്ല. ആ കുഞ്ഞ് അതിന്റെ പാവം കൂട്ടുകാരോട് വർത്താനം പറയാ. മെലിസ മോളെ, നീ എന്തോ എടുത്തോണ്ടിരിക്കുവാണ്? Don't call me a mole. ഒരു കാര്യം, അമ്മയ്ക്ക് പറ്റിയ ഒരു മോള്. പാവം കുഞ്ഞ് അതിന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ പോലും സമ്മതിക്കേ. Mom, there's something wrong with my Twitter. I can't tweet anymore. അയ്യോ മോനെ ജയടൻ, നീ ഈ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? നിന്നെ കണ്ടിട്ട് 2 ദിവസമായി. Mom, I need my Twitter. എന്റെ പൊന്നുമോനെ, എന്നാ പറ്റിയടാ നിന്റെ ട്വിറ്റർ? മോനെ, നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്നില്ലേ? എന്നെ ഒന്നും കാണിച്ചില്ലല്ലോ. കുഞ്ഞ് ദണ്ണപ്പെട്ടിരിക്കുവല്ലോ. Dad, just check my website. ഇവൻ ഇങ്ങനെ തുടങ്ങിയോ? എന്തൊരു കഷ്ടമാണ്. പാവം ആരാ? ദണ്ണപ്പെട്ടിരിക്കും. അവന്റെ എന്തോ പോയി. അവന്റെ എന്തോ പോയി? അവന്റെ ട്വിറ്റർ പോയി അച്ഛാ. എന്ത് ചെയ്യാം? എന്തൊരു കഷ്ടമാണ്. ഒരു ഭാര്യയുണ്ട്, 150 പേര് അവളുടെ പറയും. ഒരു മോളുണ്ട്, 14 വയസ്സില്ല. അതിനുമുമ്പേ ആപ്പ് വെക്കാൻ പോകും. തമ്പുരാൻ അവന്റെ ഏതാണ്ട് പോയി. എന്റെ ദൈവമേ, ഈ കണക്കിന് നിങ്ങളെല്ലാം കൂടി എന്റെ ഫ്യൂസിന്റെ കണക്ഷൻ പോകുന്നു. വലിയൊരു കാര്യം. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ പോയാൽ ശരിയാണ്. ഇപ്പൊ എന്നാ ഒരു കുഴപ്പം? കുഴപ്പം എന്താ? നീ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ്, ഇവര് രണ്ടുപേരും ഇതും whatever, അതോ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ചോദിക്കും സൂസി, ഒരു 20 വർഷം മുമ്പേ നമ്മൾ ഈ ചിക്കാഗോയിൽ വന്നപ്പോൾ നീ ഓർക്കുന്നുണ്ട് നമ്മൾ എന്ത് സന്തോഷത്തോടെ കഴിക്കും? ആ ചെറിയ ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, നമ്മുടെ ആദ്യത്തെ ടൊയോട്ട കൊറോള, നമ്മുടെ 3-4 ഫ്രണ്ട്സ്. ഇന്നോ ആ സന്തോഷം ഉണ്ടോ നമുക്ക്? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല. ഒരുമിച്ച് പള്ളിയിൽ പോകുന്നുണ്ടോ? ഇല്ല. ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? ഇല്ല. എങ്ങും പോകുന്നില്ല. ജോലി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ കാണുന്നത് 6 തൊട്ട് 10 വരെ ഉള്ള ഗുണം വരാത്ത സീരിയലെല്ലാം നീ കണ്ടുകൊണ്ടിരിക്കും. 2 മക്കളുണ്ട്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതുങ്ങൾ അതുങ്ങളുടെ മുറി പോയിരിക്കും. തിന്നാൻ നേരത്ത് മാത്രം താഴോട്ട് കെട്ടിയത്. ഇതാണ് കുടുംബജീവിതം. ആർക്കും ആരെ കാണാനും സംസാരിക്കാനും ഒന്നും സമയമില്ല. ഇനി ഇവിടെ എന്തോ ഉണ്ടാകാനും നീ നിന്റെ മക്കളും എന്റെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇതൊന്നും നിനക്കറിയാമല്ലോ. ഞാൻ അറിയാത്തോണ്ട് ഞാൻ പറയാം. ഇങ്ങനെ പോയാൽ നമുക്ക് ശരിയാകത്തില്ല. നിനക്കറിയാം, ഗ്യാസ് സ്റ്റേഷനിലൊക്കെ എന്ത് ടെൻഷനുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ തോക്കം കൊണ്ടുവന്നു. ദൈവകൃപ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അച്ഛായൻ അതൊന്നും പറയണ്ട. നമ്മുടെ നാട്ടിലുള്ള ബ്രദറിന് $1000 അയച്ചു കൊടുത്തേ. പ്രാർത്ഥിച്ചോളൂ. ഓർത്ത് വിഷമിക്കണ്ട. ബോധമില്ലാതായി പോയി. അവർക്കൊക്കെ വലിയ പണിയും വേണ്ടേ? ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നേരത്തെ പറയണ്ടു. ഞാൻ കുറെ നാളായിട്ട് നാട്ടിൽ തിരിച്ചു പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അതിന്റെ ഇപ്പൊ ഒരു കുറവുണ്ട്. ഇവിടെ ഈ ചിക്കാഗോയിലും
ഈ തണുപ്പ് ഒന്നും എനിക്ക് പറ്റത്തില്ല. നിനക്കറിയാലോ, നാട്ടില് അമ്മ ഒറ്റയ്ക്കുള്ളൂ. നീ നോക്കുന്നില്ലല്ലോ. എന്നെ കൊണ്ടൊക്കെ പറ്റും. ആ, നല്ല മരുമ. ഇപ്പോഴൊരു പെണ്ണുണ്ട്, അത് പോയാൽ വേറൊരാളെ കിട്ടാൻ വലിയ വിഷമാണ്. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് പോയി നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അവിടെ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. നാട്ടിലെ കാറ്റ് എത്രയൊക്കെ ചൂടാന്ന് പറഞ്ഞാലും ഇവിടുത്തെ തണുപ്പിനെ കാട്ടും സുഖമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഗ്യാസ് സ്റ്റേഷനും എല്ലാം കൂടെ വിറ്റിട്ട് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു തീരുമാനം എടുത്തില്ല, പക്ഷെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു തീരുമാനം ഞാൻ എടുക്കും. കാരണം ഇങ്ങനത്തെ ഒരു കുടുംബം എനിക്ക് പറ്റത്തില്ല. ടെക്നോളജി വാങ്ങാൻ പറ്റും, ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. എന്താ പ്രശ്നങ്ങൾ? ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ പോവും. സണ്ണിച്ചായ, 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 പോകാതെ. ഓ, എന്റെ കർത്താവേ, പോവാ. Mom, what happened? Where's he going? Oh my God, children. എന്നാ ചെയ്യാൻ? എന്നെ കൊണ്ട് വേണം നാട്ടിൽ പോകാൻ. No, Daddy is very upset. Why? He says he is lonely. He is very sad. I had no idea he was this lonely. അതെ കൊച്ചേ, ചുമ്മാ very sad. You don't want him to go to Kerala, right? Oh, you remember mosquitoes? Oh, and the gecko. എന്റെ കർത്താവേ, no Kerala. We have to make him stay here. You remember Dada's gas station? You don't want him to go. No. You have to tell him. You have to convince Dada, okay? Let me call Sanichaya. സണ്ണിച്ചായ, സണ്ണിച്ചായ, കുഞ്ഞുങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന്. പാവം പിള്ളേർ. പിന്നെ എന്താ നിങ്ങൾക്കൊക്കെ പറയാനുണ്ട്? I'm sorry, Dad. You mean more to me than WhatsApp. നേരാണോ നീ പറയുന്നത്? Yeah. Dad, I'm gonna stop using Facebook and Twitter so we can spend more time together. നീ നേരാണോ പറയുന്നത്? നീ ഇത്ര മൂന്ന് കുടുംബസമാധാനത്തിന് വേണ്ടി ഫേസ്ബുക്കും ഏഷ്യാനെറ്റും ഒക്കെ നിർത്താൻ ഞാൻ തയ്യാറാണ്. ഈ പിള്ളേർ റെഡിയാ, നീ കണ്ട് മോഹന്നു. മക്കളെ, now listen to me. Technology is not a bad thing. There is so much out there on the internet that is useful for you, not just for your school, but for your college, for your career and beyond. But you have to be careful of what you choose. Facebook, what is that? You guys spend so much of time on Facebook. Oh, what? You put stuff out there that just for the sake of a little bit of appreciation. You're pretending to be somebody you are not. Don't waste your time on that. And whatever this connection is that you lost, man, I don't know. As far as I am concerned, family is the most important fabric of our society. A family that prays together, stays together. We need to pray together. We need to have meals together. Maybe not all meals, but at least dinner together. Oh, dinner? We need to go to church together. We need to do shopping together. We can go to the movies together. We can do a lot of fun stuff together. But we cannot exist as a Wi-Fi family. We are normal Malayali Christian family. There's love, understanding. Those are the bedrocks of our society and of our family. What do you say? Wow. Dad, you actually speak English? High five, dude. കഷ്ടം. ഒന്നാമത് ആ ചെവിക്കകത്ത് നീ കുന്തെടുത്തു കളഞ്ഞു. Dad, ഇല്ല, ഇല്ല. ഇല്ല. Headphones. ഓ, കുന്തമല്ല. മനസ്സിലായി. അല്ല, ഞാൻ പറയുന്നതിന് നിങ്ങൾ എന്ത് പറയുന്നു?
ഇനിയും മേലാതെ ഈ ഫേസ്ബുക്കും അതും ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. Let's talk with each other on a daily basis. Let's sit together. You know, you guys can bring your problems to us. We can share our things with you. Maybe we can find solutions. But each person sitting in his own room and, you know, being engrossed in all this, it destroys us. That's not who we are. Make ഇപ്പൊ ഈ sense? പ്രശ്നങ്ങളെല്ലാം മാറിയ സ്ഥിതിക്ക് നമുക്ക് ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ സ്റ്റേക്ക് ഹൗസിൽ പോയാലോ? അല്ലേ? അല്ലേ? എന്റെ ചിരി കണ്ടപ്പോഴേ അതാകുമ്പോ കോളം കൊണ്ട് വരിക. അതാകുമ്പോ നമ്മുടെ വയറ് നല്ലതായിട്ട് അങ്ങ് നിറയും. നീ പറഞ്ഞത് ശരിയാ. ഫുഡ് വരുമ്പോ നിന്റെ വയറ് നിറയും, ബില്ല് വരുമ്പോ എന്റെ കണ്ണ് നിറയും. അതുകൊണ്ട് മകളെ ഇങ്ങ് വന്നാ മതി. സൂസി, എന്താ? നീ കുറെ നേരമായില്ലോ ഈ ലേക്ക് ആ, ലേക്ക്. ഈ മണക്കൂസേ, ലേക്കല്ല ലൈക്ക്, LIKE, അതാണ് ഇഷ്ടം. അങ്ങനെയാണോ? അപ്പൊ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ലേക്ക് ഇത് ലൈക്ക്, ഇത് വേറെ ആരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയരുത്. എനിക്ക് നാണക്കേട്, മനസ്സിലായിട്ട് പോത്തെ. അല്ല, പിന്നെ എനിക്കൊരു കാര്യം കൂടെ അറിയണം. നീ പറഞ്ഞല്ലേ 150 പേര് ദുബായിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ലണ്ടനിൽ നിന്നും ഗൾഫിൽ നിന്നും അവർക്കൊക്കെ നിന്നെ ലൈക്ക് ചെയ്യുന്നു. ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ പറഞ്ഞു, ചിക്കാഗോയിൽ നിന്ന് ആരെങ്കിലും നിനക്ക് ഒന്ന് പോയിച്ചേ. ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ചെയ്യാം, നിന്റെ ആഗ്രഹമല്ലേ വൈകിട്ട് സ്റ്റേക്ക് ഹൗസിൽ തന്നെ പോകും. ആ. നീ വന്ന് കാപ്പി എടുക്കും. ശ്ശെ,